തരാം. എന്താണെന്നറിയോ, ഈ മൗലവി ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നു. അറിയോ, ഖലീൽ തങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് കെട്ടിയിട്ട് പിന്നെ എന്ത് വേണോ, ഖലീൽ തങ്ങൾക്ക് കുടിക്കാനുള്ള ഭക്ഷണവും കാര്യമൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് കുളിപ്പിക്കണോ. മൗലവി പ്രസംഗിക്കാൻ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കലല്ലാതെ എന്താ ഇവരെ ലക്ഷ്യം? നിങ്ങൾ ആലോചിച്ചോ. ഇത് പ്രസംഗിക്കാൻ എന്താ ഖലീൽ തങ്ങൾ ചെയ്ത് തെറ്റ് തരും? നിങ്ങൾ സലാത്ത് നഗർന്ന് ഈ അഗതികള്, ബധിരര്, അന്ധര്, മൂകര്, വികലാംഗര്, ഇങ്ങനത്തെ കുട്ടികൾക്ക് പിരിവെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ ദീനീ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ പിരിവെടുത്ത വകയിൽ തങ്ങളെ ചങ്ങലക്ക് പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും അവിടെ കൊണ്ടു കൊടുക്കണമെന്ന് മൗലവി പ്രസംഗിക്കുന്നു. എന്നിട്ട് മൗലവി എന്താകുന്നതെന്ന് കേട്ടാൽ എന്റെ തീർത്തു എന്റെ രസം മനസ്സിലായാല് ഒന്ന് ആദ്യം അതങ്ങ് കേട്ടോളി. ഇവർ നിങ്ങളോടൊന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രതിഫലമാകുന്നില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ, ആ നിന്ന അത്രയും അടിക്കുള്ള പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം റുപ്യ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ ആ നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകത്തിലെത്തൂ. ബഹുഭൂരിപക്ഷവും നരകത്തിൽ പോയി പോകും. അപ്പോ തങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നപ്പോ തങ്ങൾ ചെയ്ത തെറ്റ്, ക്യാഷ് കൗണ്ടർ തുറന്നിട്ട് അവൻ തങ്ങൾ പോയി ചോദിച്ചിട്ടില്ല, ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു എന്നാണ് പറഞ്ഞത്. 62, 32, 12 അതെല്ലാം വേറെ വിഷയം. അങ്ങനെ ലോറി കയറി തന്നെ 1000ന്റെ 10,000ന്റെ നോട്ട് കൊണ്ടുപോയി വെക്കുക. ഞമ്മക്കൊരു വിരോധമില്ല. അത് നല്ല കാര്യത്തിന് ചെലവഴിക്കാനാണല്ലോ, അത് നല്ല കാര്യത്തിന് ചെലവഴിക്കാനാണല്ലോ. എന്നാൽ ഇതേ പ്രസംഗത്തിൽ അതേ സദസ്സിന്ന് മൗലവി പിരിവെടുക്കുന്നത് കേട്ടോളി. അതേ പ്രസംഗത്തിൽ മൗലവി പിരിവെടുക്കുന്നത് പെണ്ണുങ്ങളോട് വന്ന് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. അരഞ്ഞാണം, മോതിരം, പിന്നെ വള ഒക്കെ അയച്ചിട്ട് കൊടുക്കണം. 5 പവന് 10 പവനൊക്കെ അയച്ചിട്ട് കൊടുക്കണം. 1 പവന് 2 പവന് 5 പവനൊക്കെ പെണ്ണുങ്ങൾ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ബക്കറ്റും കൂടി കൊടുത്തയച്ചാൽ 10 റുപ്യ കിട്ടുക. മൗലവി പറയുന്നത് പവന് കൊടുക്കണതാ. അതൊന്നും ആദ്യം കേൾക്കി, എന്നിട്ട് ഞാൻ ബാക്കി കൂടി പറഞ്ഞുതരാം എന്ന് വെച്ചെടുത്തവനെ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടെ അവിടെ ഇടുക. 1 പവൻ 2 പവൻ 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് അത് കേട്ടല്ലോ. അപ്പോ അവര് 5 പവൻ അടക്കം ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം പെണ്ണുങ്ങൾ. എന്താണ്? സ്വർഗം വേണമോ സ്വർണം വേണമോ എന്നാലോചിക്കുക. മൗലവിന്റെ കയ്യിൽ സ്വർഗം പിടിച്ചിരിക്കുക. അതിന് വേണമെങ്കിൽ ലേലം പിടിക്കാമോ സ്വർഗം? എന്നാ ഇതുകൊണ്ട് തീർന്നോ? ഇതേ മൗലവി അതേ പ്രസംഗത്തിന് ശേഷം പറയുന്നത്, വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തരണോ. അതൊന്നും കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട്, 5 പവനൊന്നും വലുതല്ലോ. വലിയ സംഖ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവര് ഞാനുമായി ബന്ധപ്പെട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു തരണോ. ഇപ്പോ തങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ. മൗലവീനെ ഇനി എന്താ ചെയ്യേണ്ടത്? മൗലവീന ഒരു കയറുകൊണ്ട് പിടിച്ചു കെട്ടുക, എന്നിട്ട് പുല്ലും വെള്ളവും കൊണ്ട് കൊടുക്കുക. അല്ലേ? കയറുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് പുല്ലും വെള്ളം കൊണ്ട് കൊടുക്കുക മൗലവിക്ക്. ഈ ഇത്ര അതപ്പതിച്ചൊരു വിഭാഗം നിങ്ങൾ ആലോചിച്ചതോ?